നമ്മളിപ്പോൾ നിൽക്കുന്നത് ആലുവ മൂലയത്ത് ഭഗവതി ക്ഷേത്രത്തിൽ നടന്ന തെയ്യത്തിൻ്റെ ഉത്സവമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. എന്താണ് തെയ്യം? കോലത്ത് നാട്ടിലെ അനുഷ്ഠാന കലാരൂപമാണ് തെയ്യം. കാവുകളിലും കോട്ടകളിലും തറവാട്ട് മുറ്റങ്ങളിലുമാണ് തെയ്യക്കോലങ്ങൾ കെട്ടിയാടുന്നത്. തുലാമാസം 10 മുതൽ ജൂൺ മാസം വരെയാണ് തെയ്യക്കാലം. മനുഷ്യൻ ദേവതാ രൂപം ധരിച്ച് ഉറഞ്ഞു തുള്ളുകയും അതിലൂടെ ദേവതയെ പ്രീതിപ്പെടുത്തുകയും തിരിച്ച് ദേവത സമൂഹത്തിന് ഐശ്വര്യവും സമാധാനവും നൽകുന്നു എന്ന വിശ്വാസ പ്രക്രിയയാണ് തെയ്യം എന്ന് പറയുന്നത്. അമ്മദൈവങ്ങൾ, മന്ത്രമൂർത്തികൾ, ഇതിഹാസ കഥാപാത്രങ്ങൾ, വനദേവതകൾ, നാഗകന്യകൾ, വീരന്മാർ, സമൂഹത്തിലെ തിന്മകൾക്കെതിരെ പൊരുതി വീരവൃത്തി വരിച്ചവർ, ഇവരെല്ലാവരും തന്നെ തെയ്യങ്ങളായി പ്രത്യക്ഷപ്പെടാറുണ്ട്. വണ്ണാൻ, മലയൻ, മാവിലയൻ, വേലൻ, മൂന്നൂറ്റാൻ, പുലയൻ, കോപ്പാളർ തുടങ്ങിയവരാണ് സാധാരണയായി തെയ്യക്കോലങ്ങൾ കെട്ടുന്നത്. നിശ്ചിത തെയ്യങ്ങൾ നിശ്ചിത വിഭാഗക്കാർ മാത്രമേ അവതരിപ്പിക്കാറുള്ളൂ. ഉത്തര കേരളത്തിൽ പ്രചാരത്തിലുള്ള അനുഷ്ഠാന കലകളിൽ ഒന്നാണ് തെയ്യം. ആരാധനവേഷത്തിന് കീഴ്പ്പെടുത്താത്ത ദ്രാവിഡ പഴമയാണ് തെയ്യങ്ങൾ എന്ന അഭിപ്രായമുണ്ട്. പഴയങ്ങാടി പുഴയ്ക്ക് വടക്കോട്ട് കളിയാട്ടം എന്നും പഴയങ്ങാടി മുതൽ വളപട്ടണം വരെ തെയ്യം എന്നും അല്പ വ്യത്യാസങ്ങളോടെ തെയ്യം അറിയപ്പെടുന്നുണ്ട്. ദൈവം എന്ന പദത്തിൽ നിന്നാണ് തെയ്യത്തിന്റെ ഉത്പത്തി. തമിഴിൽ ദൈവം എന്ന രൂപമാണ് ദൈവശബ്ദത്തിന്റെ സമമായി കാണപ്പെടുന്നത്.